ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും പലക്കാലം കൂടെ വാഴ്ത്തപ്പെടുമാറാട്ടെ. നമ്മൾ തുടർമാനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ സംഖ്യാപുസ്തകം 3-4, സങ്കീർത്തനങ്ങൾ 31-32, അപ്പോസ്തല പ്രവൃത്തി 11-12, കൊലോസ്യർ ലേഖനം 1-2 ഇന്നത്തെ ചിന്തയ. അത് തുടർമാനം വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം 3-5 വാക്യം. പൗലോസിൻ്റെ യോഗ്യതകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരിച്ഛേദന ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അത്യന്തൻ. സ്വർഗീയ പിതാവേ, തിരുവചനത്തിൻ്റെ സ്ഥലങ്ങളെ കേൾപ്പിക്കുന്നു. ഇനിയോട് സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കുമാറാകണമേ, എന്നോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. ഇവയൊക്കെ ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഫിലിപ്പിയർ ലേഖനത്തിലും കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവയൊക്കെ കാരണം പൗലോസിനെ തൻ്റെ ഹല്ലേലൂയ വചനത്തിൽ പറയുന്നു, തൻ്റെ സ്വഭാവത്തിലും തൻ്റെ രീതിയിലും വെച്ച് ക്രിസ്തുവിന് വേണ്ടി സകലത്തെയും ചപ്പും ചവറും എന്ന് താൻ എണ്ണുവാനിടയായി. തൻ്റെ യോഗ്യതകളെ ഒക്കെയും തൻ്റെ പദവികളെ ഒക്കെയും താൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹ നിമിത്തം എല്ലാം ഹല്ലേലൂയ താൻ ചപ്പും ചവറും എണ്ണുകയാണ്. ഇവിടെ നമുക്ക് പൗലോസിൻ്റെ 7 യോഗ്യതകളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് ലേവ്യ പുസ്തകത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആദിമ കാലഘട്ടത്തിൽ കർത്താവിൽ ജനിച്ചവരെല്ലാവർക്കും പരിച്ഛേദന ഏൽക്കണമായിരുന്നു. സ്തോത്രം, തലമുറക്കൊക്കെയും പരിച്ഛേദന ഏൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നതാണ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. രണ്ടാമത്തെ അവൻ്റെ ക്വാളിഫൈഡ് പറഞ്ഞാൽ ഇസ്രായേൽ ജാതിക്കാരൻ. മൂന്നാമത്തെ ക്വാളിഫൈഡ് ബെന്യാമിൻ ഗോത്രക്കാരൻ. നാലാമത് എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ. അഞ്ചാമത് പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. 6 ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. കാരണം നമുക്ക് കാണുവാൻ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട് ശൗൽ എന്ന പൗലോസിനെ ദൈവം ആക്കിയെടുത്തത് എങ്ങനെയാണെന്ന്. ഒരു കാലത്ത് ദൈവജനത്തെയും ദൈവദാസന്മാരെയും ദൈവത്തിന് നിന്നവരെയും കൊന്നു മുടിച്ചവനായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ ഹല്ലേലൂയ അവൻ ശൗൽ എന്ന പൗലോസായി തീരുവാനിടയായിത്തീരുന്നു. പിന്നീട് അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുള്ള ദൈവപ്രവൃത്തികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 21 ലേഖനങ്ങൾ എഴുതിയതായിട്ട് നമുക്ക് പൗലോസ് എഴുതിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ലേഖനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വളരെ ഹല്ലേലൂയ ചിന്താവശ്യവും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട കാര്യങ്ങളാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ നാം എപ്പോഴും വായിച്ച് ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിടുതലുകൾക്ക് കാരണമായി തീരും. കാരണം നമ്മെ തന്നെ ക്രമീകരിപ്പാൻ ഒത്തിരി കാരണം നമ്മൾ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിതമായി പഠിപ്പിക്കുന്നതാണ് ലേഖനങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. കൂടുതൽ നാം ലേഖനങ്ങൾ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്തെടുക്കുവാൻ കഴിയും, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലോസ് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വായിക്കുവാനും ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ലേഖനത്തിൽ പൗലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹല്ലേലൂയ, ന്യായപ്രമാണ നിമിത്തം ശുഷ്കാന്തിയുള്ളവനായിരുന്നു, സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. അത് 7-ാമതായി പറഞ്ഞ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അഗ്രഗണ്യനായിരുന്നു. നമ്മുടെ ഗമാലിയേലിൻ്റെ പാതപിടുത്തിലിരുന്ന് അന്നത്തെ കാലത്ത് അവൻ വചനത്തിലെ PhD എടുത്തവനായിരുന്നു പൗലോസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും താഴേക്കുള്ള വാക്യത്തിൽ പറയുന്നത് ഇതൊക്കെ ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം ചപ്പും ചവറ് എന്ന് എണ്ണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്കങ്ങനെ ആയിത്തീരുവാൻ കഴിയുമോ?
നമുക്കിന്ന് പലതിനെയും നമുക്കുള്ള കുറച്ച് പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പദവികളുണ്ടെങ്കിൽ ഒന്നിനെ നമുക്ക് വിട്ടുകളയാൻ കഴിയാത്ത അവസ്ഥകളാണ്. സ്തോത്രം. എന്നാൽ പൗലോസിന് നമ്മളെക്കാളൊക്കെയും ഒത്തിരി പണവും പദവി സ്ഥാനമാനങ്ങളും ഒക്കെയും ഉണ്ടായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അവനെ പിടിക്കപ്പെട്ടപ്പോൾ, ദൈവസ്നേഹത്തിൻ്റെ ആഴം അവൻ അറിഞ്ഞപ്പോൾ സകലത്തെയും ചപ്പും ചവറും നന്നായി കാണുവാൻ കഴിയുന്നു. ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് സകലത്തെയും ത്യജിക്കാം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാം. ഈ ലോകത്തിലുള്ളതിനെ നാം വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്വർഗത്തിലുള്ളത് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. പ്രിയ മക്കളെ, ഈ ലോകത്തുള്ള അല്പമായുള്ള മായയുള്ളതിനെ നമുക്ക് ഉപേക്ഷിച്ച് നിത്യമായുള്ളതിന് വേണ്ടി കാംക്ഷിക്കാം. അതിനായി ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.